ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ ദുറൂസുൽ ഇസ്ലാം 2 എന്ന എക്സാമിനനുബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ പാഠഭാഗങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 11ാമത്തെ ചാപ്റ്റർ മുതലാണ് ദുറൂസുൽ ഇസ്ലാം 2 എന്ന എക്സാമിന് വരുന്നത്. അപ്പം ഞാൻ ഇത് 11ാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ നമുക്ക് 11ാമത്തെ പാഠം ഫത്ഹു മുബീൻ, വ്യക്തമായ വിജയം. പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ്? മക്ക വിജയത്തെ കുറിച്ചിട്ടാണ് ഈ പാഠത്ത് പറയുന്നത്. മനസ്സിലാക്കുക. എന്താണ്? ഹിജ്റ 8ാം വർഷം മക്ക വിജയം. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്കോലി മക്കയെ പ്രകമ്പനം കൊള്ളിച്ചു എന്നായിരുന്നു. ഹിജ്റ 8ാം വർഷം മക്ക വിജയ ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയുടെ മുകളിൽ കയറി ഇസ്ലാമിക വിജയം പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. എത്യോപ്യക്കാരനായ കറുത്ത അടിമ ആരാണെന്ന് ചോദ്യം വരും. എത്യോപ്യക്കാരനായ കറുത്ത അടിമ ബിലാൽ റളിയല്ലാഹു അൻഹു. എത്യോപ്യക്കാരനായ കറുത്ത അടിമ ബിലാൽ റളിയല്ലാഹു അൻഹു. മുസ്ലിം ആയതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആദ്യ മുസ്ലിമുകളിൽ ഒരാൾ. അങ്ങനെയും വരും. മുസ്ലിം ആയതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആദ്യ മുസ്ലിമുകളിൽ ഒരാളാണ് ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അതുപോലെ വിശ്വാസത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ. വിശ്വാസത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ. ബ്രാക്കറ്റിൽ 3 പേര് തരും ടിക്ക് ചെയ്യാൻ. അതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. വിശ്വാസത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ ആരാണ്? പേരെഴുതണം. ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഇവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. എത്യോപ്യക്കാരനായ കറുത്ത അടിമ, മുസ്ലിം ആയതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആദ്യ മുസ്ലിമുകളിൽ ഒരാൾ, വിശ്വാസത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ. മക്ക വിജയ ദിവസം കഅബയുടെ മുകളിൽ കയറി ഇസ്ലാമിക വിജയം പ്രഖ്യാപിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാൻ വന്നാൽ ഇത്ര എഴുതാം. മനസ്സിലാക്കുക. അടുത്ത് പിന്നെന്താണ്? ബദറും ഉഹദും ഹന്തക്കും ഉണ്ടായി. എങ്ങനെയാണ് ബദറും ഉഹദും ഹന്തക്കും ഉണ്ടായത്? വർഷങ്ങൾക്ക് മുമ്പ് പീഡനം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെയും ഖുറൈശികൾ അവർക്ക് സ്വൈര്യം നൽകിയില്ല. അങ്ങനെയാണ് ബദറും ഉഹദും ഹന്തക്കും ഉണ്ടായത്. മനസ്സിലാക്കി പഠിക്കട്ടാ. ഹിജ്റയുടെ 6ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ തവാഫ് ചെയ്യാനും പൊണ്ണ് ഹറമിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിച്ച് 1500 സഹാബികളെയും ഒന്നിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നു. ആരാധന മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം വരും. ഹിജ്റ 6ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിലേക്ക് വന്നു. എന്തിനായിരുന്നു വന്നത്? ആരാധന മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ്. ഹിജ്റ 6ാം വർഷമാണത്. ഹിജ്റ 6ാം വർഷം. എന്നാൽ ഖുറൈശികൾ അവരെ തടഞ്ഞു. എവിടെ വെച്ചാണ് തടഞ്ഞത്? ഹിജ്റ 6ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഖുറൈശികൾ തടഞ്ഞു. എവിടെ വെച്ചിട്ടാണ്? ഹുദൈബിയയിൽ തടഞ്ഞു. അങ്ങനെ ഖുറൈശികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ ഒരു സംഭാഷണം നടന്നു. അത് ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ്? ഖുറൈശികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ നടന്ന സംഭാഷണങ്ങൾക്കാണ് ഹുദൈബിയ സന്ധി എന്നറിയപ്പെട്ടത്. ഹുദൈബിയ സന്ധിയെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടെ സന്ധികൾ പറയുന്നുണ്ട് 4 എണ്ണം. അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഹുദൈബിയ സന്ധിയെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. ഹുദൈബിയ സന്ധി പ്രകാരം എത്ര ദിവസമാണ് മുസ്ലിമുകൾക്ക് മക്കയിൽ താമസിക്കാൻ അനുമതി നൽകിയത്? 3 ദിവസം. 3 ദിവസമാണ്. അതുപോലെ എത്ര വർഷമാണ് ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല എന്ന് സന്ധി വ്യവസ്ഥ ചെയ്തത്? 10 വർഷം. 10 വർഷം. മനസ്സിലാക്കുക. പിന്നെന്താണ്?
മുസ്ലിമായി മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം, മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കില്ല, ഒരു സന്ധി. പിന്നെ മുസ്ലിങ്ങൾക്കും ഖുറൈശികൾക്കും ആരോട് വേണമെങ്കിലും സഖ്യമാവാം, ആർക്കും ആരോട് വേണമെങ്കിലും സഖ്യമാകാം. ഈ വ്യവസ്ഥ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചു. കാരണം എന്തായിരുന്നു? സമാധാനമായിരുന്നു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചത്. സമാധാനം ആഗ്രഹിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ചത്. മനസ്സിലാക്കുക. കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് അടുത്ത വർഷം, അതായത് ഹിജ്റ 7-ാം വർഷം, കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2000-ഓളം സഹാബികളും പരിശുദ്ധ മക്കയിൽ വന്ന് ഉംറ ഖളാ നിർവഹിച്ചു. 2000-ഓളം സഹാബികളാണ് കരാർ വ്യവസ്ഥ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ 7-ാം വർഷം ഉംറ ചെയ്യാൻ വന്നത് 2000-ഓളം സഹാബികളാണ്. മനസ്സിലാക്കുക. അവർ 3 ദിവസം താമസിച്ച ശേഷം മദീനയിലേക്ക് തിരിച്ചുപോയി. ഖുറൈശികൾ ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ 8-ാം വർഷം റമളാനിൽ 10,000 സഹാബികളോടൊത്ത് മക്കയിലേക്ക് പുറപ്പെട്ടത്. ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ ഖുറൈശികൾ പാലിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അബൂ സുഫിയാൻ മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ ഖുറൈശികൾ പാലിക്കാൻ തയ്യാറാവാതെ അവരിലെ പ്രമുഖർക്ക് ജാള്യതയും ഭയവും ഉണ്ടായിരുന്നു. അങ്ങനെ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മാപ്പ് ചോദിച്ചു. വഞ്ചകരായ മുശ്രിക്കുകൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. ഹിജ്റ 8-ാം വർഷം റമളാനിലെ 10,000 സഹാബികളോടൊത്ത് മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ 2-ആയി തിരിച്ചു. ഫതഹ് മക്കയിലെ സൈന്യത്തെ 2-ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു. ഒന്നിന്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തു. ഒന്നിന്റെ നേതൃത്വം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ചോദ്യം വരും, ഫതഹ് മക്ക സമയത്ത് ഒരു സംഘത്തിന് നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റേ സംഘത്തിന് നേതൃത്വം ആരെ ഏൽപ്പിച്ചു? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം മക്കയിലേക്ക് ഏതിലൂടെയാണ് പ്രവേശിച്ചത്? മക്കയുടെ താഴ്ഭാഗത്തുകൂടെയാണ് പ്രവേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മക്കയുടെ മേൽഭാഗത്തുകൂടി. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? അങ്ങനെ മക്ക പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അധീനതയിലായി എന്ന് ഹിജ്റ 8-ാം വർഷം. മക്ക പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അധീനതയായത് ഹിജ്റ 8-ാം വർഷമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോല് വാങ്ങി കഅബ തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബികളും അകത്ത് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശാനുസരണം കഅബയുടെ മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു അദാൻ മുഴക്കി ഇസ്ലാമിക വിജയം പ്രഖ്യാപിക്കുകയും കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. അപ്പം മക്ക വിജയം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? മക്ക അധീനതയിലായതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു എന്നൊക്കെ ചോദ്യം വന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട് എഴുതാം. മക്ക വിജയത്തോടെ ഖുറൈശികൾ ഭയവിഹലരായി. എന്തായിരുന്നു കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ളവരെയും ധാരാളം ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ പ്രതികാരം ചെയ്യുമോ എന്ന് ഖുറൈശികൾ വിചാരിച്ചു. സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ വാതിൽപ്പടിയിൽ നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? പഠിക്കുക. അവിടുന്ന് ഖുറൈശികളോട് ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഖുറൈശികൾ എന്താ പറഞ്ഞത്? താങ്കൾ ഉത്കൃഷ്ട സ്വഭാവിയും ഉദാരനായ പിതാവിൻ്റെ മകനുമാണ്, അങ്ങ് നല്ലതേ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മറുപടി പറഞ്ഞത്? എൻ്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെയാണ് എനിക്കും പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കും യൗമ. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ലാ തസ്രീബ ഡാഷ് യൗമ. മനസ്സിലാക്കുക. അലൈക്കും അവിടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഇദ്ഹബു
ഡേഷ് തുലക്കാവോ, ഇത് ഹബു ഫഅൻതും തുലക്കാവോ. അത് മുഴുവനായിട്ട് പഠിക്കുക, അതിൻ്റെ അർത്ഥവും പഠിക്കുക. പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് എന്താണ് പറഞ്ഞത്? ഫത്തഹ് മക്ക വിജയത്തിന് ശേഷം, മക്ക അധീനരായതിനു ശേഷം ഖുറൈശികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണെന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ അടക്കമുള്ളവർ ഇസ്ലാം സ്വീകരിച്ചു. കാരണം എന്തായിരുന്നു? കാരണം എന്താണ്? വിട്ടുവീഴ്ചയുടെ അതുല്യ പ്രഖ്യാപനം കേട്ട് ഖുറൈശികൾക്ക് ഒന്നടങ്കം മാനസാന്തരമുണ്ടായി. അബൂ സുഫിയാൻ അടക്കമുള്ളവർ ഇസ്ലാം ആശ്ലേഷിച്ചു. അങ്ങനെ ശാന്തിയുടെ വഴിയിലൂടെ പ്രവാചകൻ ഒരു മഹാവിപ്ലവം വിജയിച്ചു. ശാന്തിയുടെ വഴിയിലൂടെ പ്രവാചകൻ ഒരു മഹാവിപ്ലവം വിജയിച്ചു. മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ജാ ഹക്കു വസഹക്കൽ ബാത്തിലു, ജാ അൽ ഹക്കു വസഹക്കൽ ബാത്തിലു, സത്യം വന്നു, അസത്യം നശിച്ചു. അടുത്ത ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്റർ അദ്ദാസ് നീനവ. എന്താണ്? അദ്ദാസ് നീനവക്കാരനാണ് എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. അദ്ദാസ് ഏത് നാട്ടുകാരനാണെന്ന് ചോദ്യം വന്നാൽ എന്തെഴുതാം? അദ്ദാസ് നീനവക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അവിടെ നിന്ന് ഏറ്റ പീഡനം കാരണം ക്ഷീണിച്ചിരുന്നു. തോയിഫിൽ നിന്ന് ഏറ്റ പീഡനം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷീണിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബിയയുടെ മക്കളുടെ 2 മക്കളുടെ തോട്ടത്തിൽ കയറി വിശ്രമിക്കാനിരുന്നു. റബിയയുടെ 2 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവരുടെ ക്രിസ്ത്യാനിയായ അടിമയെ വിളിച്ചു. അദ്ദാസ് എന്നായിരുന്നു അവൻ്റെ പേര്. അപ്പോൾ അവിടെ റബിയയുടെ മക്കളുടെ തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു ആര്? അദ്ദാസ്. ക്രിസ്ത്യാനിയായ അടിമയായിരുന്നു അദ്ദാസ്. മനസ്സിലാക്കുക. അദ്ദാസിനോട് കുറച്ച് മുന്തിരക്കുലകൾ എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ കൽപ്പിക്കുന്നു. അദ്ദാസ് അതുപോലെ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്തിരിയിൽ കൈവച്ചു ബിസ്മി ചൊല്ലി എന്നിട്ട് ഭക്ഷിച്ചു. അപ്പോൾ അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി എന്നിട്ട് പറഞ്ഞു, അല്ലാഹു ആണ് സത്യം, ഈ സംസാരം ഈ നാട്ടുകാർ പറയാറില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദാസിനോട് ചോദിച്ചു, ഓ അദ്ദാസെ, നീ ഏത് നാട്ടുകാരനാണ്? അദ്ദാസ് പറഞ്ഞു, ഞാൻ നീനവക്കാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അദ്ദാസിനോട് പറഞ്ഞത്? യൂനുസ് നബി, സ്വാലിഹായ യൂനുസ് നബിയുടെ നാട്ടുകാരനാണല്ലേ. അപ്പോൾ അദ്ദാസ് യൂനുസ് നബിയെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൂനുസ് എൻ്റെ സഹോദരനാണ്, യൂനുസും നബിയാണ്, ഞാനും നബിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു തലയിലും കൈകളിലും കാൽപാദങ്ങളിലും ചുംബിച്ച് മുസ്ലിമായി. അപ്പോൾ അത്രയാണ് ഈ പാഠത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദാസ് ഏത് നാട്ടുകാരനാണ്? നീനവ നിവാസിയാണ്. ആരുടേതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിൽ നിന്ന് മടങ്ങുമ്പോൾ വിശ്രമിച്ച തോട്ടം? റബിയയുടെ 2 ആൺമക്കളുടേത്. റബിയത്തു ദാവ ഉലാമൻ, റബിയയുടെ 2 ആൺമക്കളുടേതായിരുന്നു. റബിയയുടെ തോട്ടത്തിലെ ക്രിസ്ത്യാനിയായ ജോലിക്കാരൻ ആരായിരുന്നു? അദ്ദാസ്. പിന്നെ ഇതിൻ്റെ തദ്രിബാത്തിൽ വന്ന അനമിൻ അഹ്ലിൽ നീനവ, ഞാൻ നീനവക്കാരനാണ്. അപ്പോൾ അത് ഞാൻ നീനവക്കാരനാണ് എന്നതിൻ്റെ അറബി എഴുതാൻ കഴിയണം. അനമിൻ അഹ്ലി നീനവ, ഞാൻ മക്കക്കാരനാണ്. എന്താണ്? അനമിൻ അഹ്ലി മക്ക. അപ്പോൾ അതുപോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അത്രയും ഭാഗങ്ങളാണ് മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതുപോലെ താഴെ അന നബിയ്, ഞാൻ നബിയാണ്. അതുപോലെ അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അത്രയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ടത്.
അടുത്ത 13ാമത്തെ ചാപ്റ്റർ അദ്ഹാ വാമറു. അത് ഭീകരമാണ്. അന്ത്യനാളിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നന്നായി മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു പാഠഭാഗമാണ്. ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുള്ള പാഠഭാഗമാണ്. നന്നായി മനസ്സിലാക്കുക. വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലാക്രമം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും എങ്ങനെ എന്ന ചോദ്യം വന്നാൽ മനസ്സിലാക്കുക. വസ്ത്രങ്ങളില്ലാതെ പാദരക്ഷ ധരിക്കാതെ ചേലാക്രമം ചെയ്യാതെ ജനങ്ങൾ ഒരുമിച്ച് കൂടും മഹ്ശറയിൽ. അപ്പോൾ ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ചേലാക്രമം ചെയ്യാതെ ജനങ്ങൾ ഡാഷ് ഒരുമിച്ച് കൂടും മഹ്ശറയിൽ. മനസ്സിലായില്ല? അതുപോലെ പാദരക്ഷ ധരിക്കാതെ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. നന്നായി പഠിക്കുക. പിന്നെന്താണ്? അന്ന് അതിഭയങ്കരമായ ദിനമാണ്, ആരും പരസ്പരം നോക്കുകയില്ല എന്നാണ് അന്ത്യനാളിൽ അതിഭയങ്കരമാണ്, ആരും പരസ്പരം നോക്കുകയില്ല. അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? ആരോടാ ചോദിച്ചത്? ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നു, അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്ത്? ചോദ്യം. അപ്പം എന്താ പറഞ്ഞത്? ആയിഷ, 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. എപ്പോഴൊക്കെയാണ് ആ 3 സ്ഥലങ്ങൾ? അത് വേറൊരു ചോദ്യമായിട്ട് വരും. 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. ആ സ്ഥലങ്ങൾ ഏതല്ല? ഒന്ന് മീസാനിൽ കനം തൂങ്ങുമോ കുറയുമോ എന്നറിയുന്നത് വരെ, കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ലഭിക്കുന്നത് എന്നറിയുന്നത് വരെ, സിറാത്ത് വിട്ടുകടക്കുന്നത് വരെ ആരും ആരെയും ഓർക്കുകയില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറഞ്ഞ മറുപടി. പിന്നെ 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. സ്ഥലങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക. സത്യവിശ്വാസി പരാജയപ്പെട്ടുവെന്ന് ഉറപ്പിക്കും. എപ്പോഴാണ്? സത്യവിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കും, നീ ഇങ്ങനെ ദോഷം ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ സത്യവിശ്വാസി അതെ ചെയ്ത ദോഷങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ അവൻ സമ്മതിക്കും. അപ്പോൾ അവൻ പരാജയപ്പെട്ടുവെന്ന് ഉറപ്പിക്കും. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല പറയും, എന്താ പറയുന്നത്? ദുനിയാവിൽ ഇതെല്ലാം നാം മറച്ചു വെച്ചു, ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അങ്ങനെ അവന് നന്മയുടെ ഏട് നൽകപ്പെടും. സത്യവിശ്വാസിയോട് അല്ലാഹു തആല എന്താ പറയുന്നത്? ദുനിയാവിൽ ഇതെല്ലാം ഞാൻ മറച്ചു വെച്ചു, ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അങ്ങനെ അവൻ നന്മയുടെ ഏട് നൽകപ്പെടും. മനസ്സിലാക്കുക. അവിശ്വാസികളും കപടവിശ്വാസികളും അന്ന് ശക്തമായി വിചാരണ ചെയ്യും. അവിശ്വാസികളും കപടവിശ്വാസികളും അന്ന് ശക്തമായി വിചാരണ ചെയ്യപ്പെടും. എന്ന് അന്ത്യനാളിൽ വിചാരണ ശക്തമായാൽ അവൻ രക്ഷപ്പെടുകയില്ല. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. വിചാരണ ഡാഷ് ആയാൽ അവൻ രക്ഷപ്പെടുകയില്ല. എന്താണ്? ശക്തമായാലാണ്. വിചാരണയ്ക്കു ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അല്ലെങ്കിൽ എന്താണ്? അമലുകൾ എന്തിലാണ് തൂക്കുക? വിചാരണയ്ക്ക് ശേഷം അമലുകൾ തൂക്കും. ഏതിലാണ്? മീസാനിൽ. മനസ്സിലാക്കുക. സ്വർഗത്തിൽ പ്രവേശിക്കും ആര്? നന്മ മുൻതൂക്കമുള്ളവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. നന്മ മുൻതൂക്കമുള്ളവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. എങ്ങനെയാണ് സിറാത്ത് കടക്കുന്നത്? ചിലർ മിന്നൽ വേഗത്തിൽ കടന്നു പോകും. സിറാത്ത് കടക്കുന്നത് എങ്ങനെ? ചിലർ മിന്നൽ വേഗത്തിൽ കടന്നു പോകും, ചിലർ കാറ്റിൻ്റെ വേഗതയിൽ, ചിലർ കുതിരയുടെ വേഗത്തിൽ, ചിലർ ഓടുന്ന വേഗത്തിൽ, ചിലർ നടക്കുന്ന വേഗത്തിൽ, മുട്ടിലിഴഞ്ഞ് വരെ ചിലർ സിറാത്തിലൂടെ കടന്നു പോകും. ചിലർ അതിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും. കുറ്റം ചെയ്തവരായിരിക്കും അവർ. സിറാത്തിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും ആര് എന്ന ചോദ്യം വരും ഇവിടെ. സിറാത്തിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും ആര്? അപ്പം എന്താണ്?
കുറ്റം ചെയ്തവരായിരിക്കും അവർ. കുറ്റം ചെയ്തവർ സിറാത്തിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും. അപ്പോൾ മനസ്സിലാക്കാം. അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവർക്കും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവരും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അപ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ ആരൊക്കെയാണ്? അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവരും. മനസ്സിലാക്കി പഠിക്കുക, ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുക. അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവരും ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ അള്ളാഹു നമ്മെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സാത്തു ഇവിടെ ഡാഷ് തരും, വാമറു. അസ്സാത്തു അദ്ഹാ വാമറു. അസ്സാത്തു അദ്ഹാ വാമറു. അന്ത്യനാൾ അതിഭീകരമാണ്. അതിഭീകരമാണ് എന്ത്? ചോദ്യം വരാറുണ്ട്. എന്താണ്? അന്ത്യനാൾ അതിഭീകരമാണ്. മനസ്സിലാക്കുക. അന്ത്യനാളിനെ കുറിച്ചൊരു 5 വരിയിൽ എഴുതാൻ വരും, കുറയാതെ എഴുതാൻ. അപ്പം എന്തെഴുതാ? നമുക്ക് ഈ പാഠഭാഗം മനസ്സിലാക്കി മഹ്ശറയിൽ എങ്ങനെ നിൽക്കും, മഹ്ശറയിൽ ആരെയും ഓർക്കുകയില്ല, സന്ദർഭം എഴുതുക. പിന്നെ വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. നന്മകൾ മുൻതൂക്കമായവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. ചിലർ മിന്നൽ വേഗത്തിൽ പോകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ തദ്രിബാത്തിലെ ചോദ്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. കിതാബ് വലത് കൈയിൽ കിട്ടുന്നവർ ആരാണ്? സത്യവിശ്വാസികൾക്ക് കിതാബ് വലത് കൈയിൽ കിട്ടും. അവിശ്വാസികൾക്ക് കിതാബ് ഇടത് കയ്യിലും കിട്ടും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നത് അമ്പിയാക്കളോ അള്ളാഹു താല പ്രത്യേകം ആദരിച്ചവരും. സിറാത്തിൽ നിന്ന് നരകത്തിൽ വീഴുന്നതാരാണ്? കപടവിശ്വാസികൾ, കുറ്റം ചെയ്തവർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. മഹ്ശറയുടെ ഭയാനകത അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അന്ത്യനാളിനെ കുറിച്ചിട്ട് മഹ്ശറയെ കുറിച്ചിട്ടൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.